സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് വെള്ളിയാഴ്ച പുറത്തിറക്കിയ വിജ്ഞാപനത്തെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അസാം അദിഖിലിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം ഡോക്ടർ അഹമ്മദ് അലീസയെ നിയമിച്ചു. സുപ്രധാനമായ മറ്റു ചില വകുപ്പുകളിലെ സഹമന്ത്രിമാരെയും മേധാവികളെയും രാജാവ് തന്റെ വിജ്ഞാപനത്തിലൂടെ മാറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. സ്ഥാനമൊഴിയുന്ന മന്ത്രിമാരുടെയും സഹമന്ത്രിമാരുടെയും അഭ്യർത്ഥന മാനിച്ചാണ് പകരം വകുപ്പ് മേധാവികളെ നിയമിക്കുന്നതെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. സിവിൽ സർവീസ് സഹമന്ത്രിയായിരുന്ന ഡോക്ടർ സാലിഹ് ഷുഹൈബിനെ മാറ്റി പകരം അബ്ദുള്ള ബിൻ സായദ് മിൽഫിയെ തലസ്ഥാനത്ത് നിയമിച്ചു. തൗഫീഖ് ബിൻ അബ്ദുൽ അസീസ് അസുദൈരിയെ ഇസ്ലാമിക വഖഫ് മന്ത്രാലയത്തിൽ സഹമന്ത്രിയായും നിയമിച്ചിട്ടുണ്ട്. സൗദി റെയിൽവേയുടെ മേധാവിയായിരുന്ന ഡോക്ടർ മുഹമ്മദ് അസുവൈഖിദിനെ മാറ്റി പകരം ഡോക്ടർ റുമൈ അൽ റുമൈനെ പുതിയ റെയിൽവേ മേധാവിയായി നിശ്ചയിച്ചതായും രാജവിജ്ഞാപനത്തിൽ പറയുന്നു. വൊക്കേഷണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവിയായ ഡോക്ടർ അലി അൽ ഗഫീദിനെ മാറ്റി പകരം ഡോക്ടർ ഫഹദ് അൽ ഫുഹൈദിനെ തലസ്ഥാനത്ത് നിയമിച്ചു. ടെലികമ്മ്യൂണിക്കേഷൻ IT വിഭാഗം ഗവർണറായി ഡോക്ടർ അബ്ദുൽ അസീസ് അൽ റുവൈസിനെ നിയമിച്ചു. 150 അംഗങ്ങളുള്ള ഷൂറ കൗൺസിലിലേക്ക് പുതിയ 3 അംഗങ്ങളെയും രാജാവ് തന്റെ വിജ്ഞാപനത്തിലൂടെ നിയമിച്ചിട്ടുണ്ട്. പുതിയ നിയമനങ്ങളെല്ലാം ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. അസർ കുളിയിൽ, മീഡിയ 1 റിയാദ്.